ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അരിപ്പൊടി വെച്ചിട്ട് നല്ല കിടിലം സോഫ്റ്റുള്ള പാലപ്പത്തിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പാലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് അരിപ്പൊടിയായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 1-2 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയേ. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും പ്രശ്നമില്ല. ഇതിലേക്ക് ഞാനിതാ 2 തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി നോക്കുക. രാവിലെയൊക്കെ എളുപ്പമാട്ടോ. രാത്രി അരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയാലും രാവിലെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്കിതാ ഈ ഒരു പാലപ്പം സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതിലേക്ക് ഞാനിതാ ഏകദേശം 2.5 ഗ്ലാസ് ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിന് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ചെയ്യുന്ന ട്രിക്കാണ്. എല്ലാവർക്കും അറിയട്ടെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണേ. ഒരു 3/4 ടീസ്പൂൺ നല്ല ഈസ്റ്റ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ്, അതാട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങോട്ട് ചെറിയ നേരിയ ചുടുവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു ചുടുവെള്ളത്തിൽ നിന്ന് ഒന്നങ്ങോട്ട് പൊതിരണേ. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഈസ്റ്റും വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. ഈ ഒരു വെള്ളമായിട്ട് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഇതാ 5-6 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു അരിപ്പൊടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. രാവിലെ തന്നെ ഇട്ട് ഞാൻ ചെയ്തെടുക്കണത്. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ചൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിന് ആ ഒരു ഈസ്റ്റ് കൊണ്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് ഫുൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് വീണ്ടും ഞാനിതാ 2-3 മിനിറ്റോളം ഒഴിച്ച് ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടുക. ഈ ഒരു ഈസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ കൂട്ടി ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ. നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈ വെച്ചിട്ട് ഞാനിതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതാ ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ഞാനിതിലേക്ക് നല്ലൊരു കിടിലം ഗ്രീൻ പീസ് കൊണ്ട് കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം മതി. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ അതാ വലിയൊരു കിഴങ്ങ് ഉണ്ടല്ലോ, അതും തൊലി ഒഴിവാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2-3 പച്ചമുളക്, ഒരു ചെറിയൊരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാം കേട്ടോ. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു 3-4 വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. വിസിലടിച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇനിതാ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒന്നങ്ങോട്ട് കളറ് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എളുപ്പമാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ബെസ്റ്റായിട്ട് ഈ ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതാ കടുകൊക്കെ പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വിസിലടുപ്പിച്ച് വെച്ചിഞ്ഞല്ലോ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഞാനിതാ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെള്ളമൊന്നും വല്ലാതെ ഒഴിച്ച് കൊടുക്കണില്ല. ഈ ഒരു കുക്കർ കൈകിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ടിയാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേങ്ങ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില മാത്രമേ ഉള്ളതിന് കേട്ടോ. ഇതുപോലെ നൈസാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലും അടിപൊളി കറി റെഡി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണില്ലേ. ഈ ഒരു കട്ടിയിൽ തന്നെ കറി അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോഴേക്കും നമ്മളെ മാവ് ഏകദേശം ഒരു 2 മണിക്കൂറോളം ആവാനായിരുന്നു കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയാണ്. ഇനിയും സമയം വെക്കുകയാണെങ്കിൽ ഇനിയും പൊങ്ങോട്ടെ. ഞാൻ രാവിലെ പെട്ടെന്ന് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 2 മണിക്കൂർ മാത്രം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതിന്. ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിനെ. അത് ചൂടായതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് സമയം ഇങ്ങോട്ട് ഇളക്കരുത്. ഇളക്കി നമ്മൾ ആ ഒരു പത ഉണ്ടല്ലോ അത് പോവരുത് കേട്ടോ. ആ ഒരു പതോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പാർന്ന ശേഷം അപ്പം തന്നെ മൂടി വയ്ക്കരുത് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല കിടുത സോഫ്റ്റുള്ള പാലപ്പം റെഡി ആയിന്. ഈ ഒരു ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ നമ്മളിതാ മൂടി വെച്ചാൽ മതി. അങ്ങനെ ഓരോ പാലപ്പവും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല പാലപ്പാണ്. പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് തവി വെച്ചിട്ട് ചുറ്റിച്ചേട്ടോ. എന്നിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കാം. ബബിൾസ് വന്നതിന് ശേഷം നിങ്ങളെ കയ്യിൽ നെയ്യോ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷമായിട്ട് നമ്മൾ മൂടി വെക്കേണ്ടത്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റുള്ള അപ്പം ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് അധികം മാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. കണ്ടില്ല, നല്ല ബബിൾസൊക്കെ ഉണ്ടായിട്ട് നല്ല അപ്പാണ്. അങ്ങനെ ഞാനിതാ ഓരോന്നിങ്ങനെ ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങോട്ട് കുറച്ച് കട്ടില്ലാതെ ചുറ്റണം കേട്ടോ. ഇനി നിങ്ങൾക്ക് നെരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റും കൂടി കാത്തുന്നാൽ മതി. അധികം നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു മാവിലേക്ക് കണ്ടില്ലേ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള അപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റുള്ള പാലപ്പം റെഡി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.